Hi, hello, welcome to Competitive Cracker. It's me, Vishnu Ashar. നമുക്കറിയാം നമ്മുടെ സെറ്റിൻ്റെ എക്സാം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുക അല്ലേ. ഇപ്പോൾ സെറ്റ് കൊമേഴ്സ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. നമ്മുടെ സെറ്റ് കൊമേഴ്സ് എക്സാം എന്ന് പറയുന്നത് ഓരോ തവണ വരും തോറും എന്താണ് ഇച്ചിരി പാടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിച്ചു പോകണം. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള MCQs ചെയ്ത് പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. സെറ്റിനെ സംബന്ധിച്ചിടത്തോളം സെറ്റിന് ഒരുപാട് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ നമ്മുടെ മുന്നിലുണ്ട്. സെറ്റ് കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഏരിയകൾ മുഴുവൻ പഠിച്ച് തീർക്കാതെ നമുക്ക് ആ ഏറ്റവും കോർ ആയിട്ടുള്ള ഏരിയകൾ കണ്ടെത്തി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ആ ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യനുകൾ ക്രാക്ക് ചെയ്തെടുക്കാനും ഈസി ആയിട്ട് സെറ്റ് നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത്തരത്തിലുള്ള കുറച്ച് ഏരിയകളിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ചധികം ക്വസ്റ്റ്യനുകളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നോടൊപ്പം തന്നെ ക്വസ്റ്റ്യനുകൾ ആൻസർ ചെയ്യാനായിട്ടും ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിൻ്റെ അകത്തുനിന്ന് തന്നെ നമ്മളിപ്പോൾ കാണിക്കുന്ന കുറച്ചധികം ക്വസ്റ്റ്യനുകൾ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനുകൾ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മുഴുവനായിട്ടും കാണുക കേട്ടോ. വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. നോക്കിയേ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, അസേർഷൻ റീസൺ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നമുക്കറിയാം നമ്മളുടെ ടീച്ചിങ് എക്സാമുകളെ സംബന്ധിച്ചിടത്തോളം, സെറ്റ് നെറ്റൊക്കെ പോലുള്ള എക്സാമുകളെ സംബന്ധിച്ചിടത്തോളം ഈ അസേർഷൻ റീസൺ എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ അസേർഷൻ റീസൺ കാണുമ്പോഴേ പലരും എന്ത് ചെയ്യും, പേടിച്ചിട്ട് അത് ആൻസർ ചെയ്യാനായിട്ട് അവർക്ക് എപ്പോഴും കൺഫ്യൂസിങ് ആയിട്ട് ആൻസറിലേക്ക് എത്താതെ പോകാറുണ്ട്. പക്ഷേ നമുക്ക് ഈസി ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് അസേർഷൻ റീസൺ. ആ ഒരു കോൺസെപ്റ്റിനെ പറ്റി നല്ല നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, അസേർഷൻ റീസണൊക്കെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അസേർഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? അതായത് നമ്മളുടെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ അനുസരിച്ച് അസറ്റ്സുകൾ റെക്കോർഡ് ചെയ്യുന്നത് അതിൻ്റെ ഏത് വാല്യൂവിലാണെന്നാണ് പറഞ്ഞേക്കുന്നത്, ഫെയർ മാർക്കറ്റ് വാല്യൂവിലാണ് എന്നാണ് അസേർഷൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. കൃത്യമായി മനസ്സിലാക്കുക. റീസൺ പറഞ്ഞേക്കുന്നത് എന്താണ്, ദ പ്രിൻസിപ്പിൾ എൻഷർ കൺസിസ്റ്റൻസി ആൻഡ് അവോയ്ഡ്സ് ദ സബ്ജക്റ്റീവ് വാല്യുവേഷൻ ഇൻ അക്കൗണ്ടിങ്. അതായത് എന്താണ്, ദ പ്രിൻസിപ്പിൾ എൻഷർ ദ കൺസിസ്റ്റൻസി ആൻഡ് അവോയ്ഡ് ദ സബ്ജക്റ്റീവ് വാല്യുവേഷൻ ഇൻ അക്കൗണ്ടിങ് എന്നാണ് റീസൺ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കി, ഈ അസേർഷൻ ആയിട്ട് പറഞ്ഞേക്കുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ. നമുക്കറിയാം അല്ലേ, ഒരുപാട് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ബിസിനസ്സിനെയും ബിസിനസ്മാനെയും സെപ്പറേറ്റ് രണ്ട് വ്യക്തികളായിട്ട്, സെപ്പറേറ്റ് രണ്ട് എൻറ്റിറ്റീസ് ആയിട്ട് കാണുന്ന ബിസിനസ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ. അതുപോലെ പണപരമായ ട്രാൻസാക്ഷനുകൾ മാത്രമേ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുള്ളൂ എന്ന് പറയുന്ന മണി മെഷർമെൻറ്റ് പ്രിൻസിപ്പിൾ. അങ്ങനെയുള്ള ഒരുപാട് പ്രിൻസിപ്പിൾസും കോൺസെപ്റ്റുകളും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റാണ് ഏതെന്ന് പറയുന്നത്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റിൻ്റെ അകത്ത് ഫെയർ മാർക്കറ്റ് വാല്യൂവിൽ റെക്കോർഡ് ചെയ്യുമെന്നാണോ നമ്മൾ പഠിച്ചിരുന്നത്? അല്ല. ഒരു അസറ്റ് അക്വയർ ചെയ്യുന്ന സമയത്ത് എത്രയാണോ അതിൻ്റെ അക്വസിഷൻ കോസ്റ്റ്, അതേ കോസ്റ്റിൽ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതായത് ഇപ്പോൾ ഒരു അസറ്റ് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ എത്രയാണ്, 30,000 രൂപ കൊടുത്താണ് അസറ്റ് വാങ്ങിക്കുന്നത്. പക്ഷേ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ 40,000 ആണെങ്കിലും നമ്മൾ എത്ര മാത്രമേ റെക്കോർഡ് ചെയ്യത്തുള്ളൂ, നമ്മൾ അക്വയർ ചെയ്യാനായിട്ട് എത്രയായി കോസ്റ്റ്, 30,000. അതായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റല്ലേ? അപ്പോൾ എന്താണ് അസേർഷൻ ഇവിടെ എന്താണ്, വ്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അസേർഷൻ എന്ന് പറയുന്നത് എന്താണ്, വ്രോങ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഏതിലേക്ക് പോകും? ഓപ്ഷൻ ഏതാണ്? അസേർഷൻ എന്താണ്? അസേർഷൻ ഫോൾസ് ആണ്. റീസൺ എന്താണ്? ട്രൂ ആണ്. അപ്പോൾ നമ്മളുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അസേർഷൻ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഫെയർ മാർക്കറ്റ് വാല്യൂവിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അസറ്റ്സിൻ്റെ വാല്യൂ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമുക്ക് റീസൺ നോക്കാം അല്ലേ. ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ, എന്താ പറഞ്ഞിരിക്കുന്നത്, ദ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾസ് എൻഷുർ ദ റെക്കോർഡിംഗ് ദ അസറ്റ്സ് അറ്റ് ദെയർ ഒറിജിനൽ പർച്ചേസ് പ്രൈസ്, നോട്ട് ഫെയർ മാർക്കറ്റ് വാല്യൂ. ദ റീസൺ ഈസ് ട്രൂ ആസ് ദിസ് എൻഷുർ ദ ഒബ്ജക്ടിവിറ്റി ആൻഡ് കൺസിസ്റ്റൻസി. അല്ലേ, ആ ഒരു പ്രിൻസിപ്പിൾ അത് എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്, അതായത് ഫെയർ ആയിട്ടുള്ള അക്വസിഷൻ കോസ്റ്റിൽ അവരെന്ത് ചെയ്യുന്ന, റെക്കോർഡ് ചെയ്യുന്നത് അതിന് ആ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഒബ്ജക്ടിവിറ്റി എന്ത് ചെയ്യാനായിട്ട്, എൻഷുർ ചെയ്യുവാൻ വേണ്ടിയാണ്. അപ്പോൾ ആ റീസൺ എന്താണ്, കറക്റ്റ് ആയിട്ടുള്ളതാണ്. മക്കളെ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഒരു അസേർഷൻ റീസൺ കണ്ടു കഴിഞ്ഞാൽ ആ ഏരിയ ക്ലിയർ ആയിട്ട് പഠിക്കുക. ഇത് വന്നേക്കുന്നത് ഏത് ഏരിയയിൽ നിന്നാണ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അഥവാ അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ, അക്കൗണ്ടിങ് കൺവെൻഷനുകൾ, ആ ഒരു ഏരിയയിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ ഒരു ഏരിയ സ്കിപ്പ് ചെയ്യാതെ ആ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെച്ചോണം. ഇത്തവണ ചോദിച്ചിരിക്കുന്ന ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണെങ്കിൽ അടുത്ത വേള ചോദിക്കുന്ന ഏതായിരിക്കും, മണി മെഷർമെൻ്റ് ആയിരിക്കും. ഉറപ്പായും ആ ഏരിയയിൽ നിന്നുണ്ടായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഏരിയ മസ്റ്റ് ആയിട്ടും കംപ്ലീറ്റ് ആയിട്ടും പഠിക്കണം. ഇപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നുണ്ടോ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഏത് വാല്യൂവിൽ
വാല്യൂവിലാണ്? അക്വിസിഷൻ കോസ്റ്റിൽ. റീസൺ ആയിട്ട് നമ്മൾ പറഞ്ഞേക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഒരു ഒബ്ജക്ടിവിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുവാൻ വേണ്ടിയാണ്. വാല്യുവേഷൻ ഓഫ് അക്കൗണ്ടിൽ ആ ഒരു ഒബ്ജക്ടിവിറ്റി അല്ലെങ്കിൽ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുവാൻ വേണ്ടിയാണ് അക്യൂർ ചെയ്യുന്ന ആ ഒരു അക്വിസിഷൻ കോസ്റ്റിൽ തന്നെ, ആ ഒരു പർച്ചേസിംഗ് പ്രൈസിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ ഈ ക്വസ്റ്റ്യൻ? ഇങ്ങനെ കൃത്യമായി മനസ്സിലാക്കി പഠിച്ചോണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഒരു സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പോഴത്തെ ക്വസ്റ്റ്യനുകളെല്ലാം സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടാണ് വരുന്നത്. ഫാദർ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയില്ല. ഫാദർ ഓഫ് അക്കൗണ്ടിങ് ലൂക്ക പാസിയോളി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എഴുതാനായിട്ട് വരത്തില്ല. പക്ഷേ എന്താണ് അക്കൗണ്ടിങ് ഫാദർ അല്ലെങ്കിൽ എന്താണ് ഫാദർ ഓഫ് അക്കൗണ്ടിങ് ഈസ് ഇന്ന ആൾ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇന്ന ഡാഷ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ കാണില്ല. ഫാദർ ഓഫ് അക്കൗണ്ടിങ് ലൂക്ക പാസിയോളി, ദി സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഓർ ഫോൾസ് എന്ന് പറഞ്ഞിട്ട്, അല്ലെ വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് തരാം. എന്താണ് ഫാദർ ഓഫ് അക്കൗണ്ടിങ് ഹെൻറി ഫയോൾ എന്ന് പറഞ്ഞ് തരാം. അപ്പോൾ എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അങ്ങനെ ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ഒരുപാട് കയറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കാണാം. ഇവിടെ നോക്കിയേ, സ്റ്റേറ്റ്മെന്റ് 1 ആയിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ പാർട്ണർഷിപ്പ് അക്കൗണ്ടിങ് ഗുഡ് വിൽ ഈസ് അഡ്ജസ്റ്റഡ് വെൻ എ പാർട്ണർ ഈസ് അഡ്മിറ്റഡ്, റിട്ടയർഡ്, ഡൈ. അല്ലെ, ഒരു പാർട്ണർ അഡ്മിറ്റ് ചെയ്യുമ്പോഴും ഒരു പാർട്ണർ റിട്ടയർ ആകുമ്പോഴും അല്ലെ ഒരു പാർട്ണർ മരണപ്പെടുന്ന സാഹചര്യത്തിലുമെല്ലാം നമ്മൾ എന്ത് വാല്യൂ ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്? ഗുഡ് വിൽ വാല്യൂ ചെയ്യും, അല്ലെ ഗുഡ് വിൽ അഡ്ജസ്റ്റ് ചെയ്യും. ഏതില്? പാർട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിൽ ഗുഡ് വിൽ എപ്പോഴാണ് വാല്യൂ ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്? അഡ്മിഷന്റെ സമയത്തും റിട്ടയർമെന്റിന്റെ സമയത്തും ഡെത്തിന്റെ സമയത്തുമൊക്കെ വാല്യൂ ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് 2 ആയിട്ട് എന്താ പറഞ്ഞേക്കുന്നത്? ഇൻ realization account is prepared during the admission of a partner. ഒരു പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്? റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം ഇത് ഏത് ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്? പാർട്ണർഷിപ്പുമായിട്ട് അല്ലെ പാർട്ണർഷിപ്പ് അക്കൗണ്ട്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പാർട്ണർഷിപ്പ് അക്കൗണ്ടിങ് എന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയമുണ്ട്, ഒരു പാർട്ണർ റിട്ടയർ ആകുന്ന സമയമുണ്ട്, ഒരു പാർട്ണർ മരിക്കുന്ന സമയമുണ്ട്. അതുപോലെ തന്നെ ഒരു ഫേം ഡിസോൾവ് ചെയ്യുന്ന അല്ലെ ഒരു ഫേം അവസാനിക്കുന്ന സാഹചര്യവും ഉണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് പാർട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിനകത്ത് നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം അഡ്മിഷന്റെ സമയത്തും റിട്ടയർമെന്റിന്റെ സമയത്തും ഡെത്തിന്റെ സമയത്തും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടുകൾ ഏതൊക്കെയാണ് മക്കളെ? റീവാലുവേഷൻ അക്കൗണ്ട് അല്ലെ, റീവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ് പ്രിപ്പയർ ചെയ്യുന്നത് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത്. റിയലൈസേഷൻ അക്കൗണ്ട് നമ്മൾ ഏത് ടൈമിലാണ് റെക്കോർഡ് ചെയ്യുന്നത്? അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് അല്ലെ, ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം. ഒരു പാർട്ണർഷിപ്പ് ഫേം ഡിസൊല്യൂഷൻ സംഭവിക്കുമ്പോൾ, അതിന്റെ ലൈഫ് എൻഡ് ചെയ്യുമ്പോൾ ആ സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. റിയലൈസേഷൻ അക്കൗണ്ട് അഡ്മിഷന്റെ സമയത്ത് പ്രിപ്പയർ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അഡ്മിഷന്റെ സമയത്ത് പ്രിപ്പയർ ചെയ്യുന്ന ഏതാ? റീവാലുവേഷൻ അക്കൗണ്ട് ആണ്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി അഡ്മിഷൻ നടക്കുമ്പോഴും റിട്ടയർമെന്റ് നടക്കുമ്പോഴും ഡെത്ത് നടക്കുന്ന സാഹചര്യത്തിലും എല്ലാം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഒരു ഫേമിന്റെ ഗുഡ് വിൽ എത്രത്തോളം ഉണ്ട് എന്ന് വാല്യൂ ചെയ്യാറുണ്ട്, അത് പാർട്ട്നേഴ്സിൽ അഡ്ജസ്റ്റ് ചെയ്യാറുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ ആണ്. അപ്പം സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്, സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? ഫോൾസ് ആണ്. ഏതാണ് ആൻസർ വരുന്നത്? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ആണ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ് എന്നാണ്. സി ആണ്, ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക, ഓപ്ഷൻ സി ആണ്. ഗുഡ് വിൽ ഈസ് അഡ്ജസ്റ്റഡ് ഫോർ ദ സിഗ്നിഫിക്കന്റ് ചേഞ്ച് ഇൻ ദി പാർട്ണർഷിപ്പ് എഗ്രിമെന്റിന്റെ അകത്ത് ചേഞ്ചസ് ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഗുഡ് വില്ല് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അഡ്മിഷന്റെ സമയത്തും റിട്ടയർമെന്റിന്റെ സമയത്തും ഡെത്തിന്റെ സമയത്തും പാർട്ണർഷിപ്പ് എഗ്രിമെന്റിന്റെ അകത്ത് എന്ത് വരുന്നുണ്ട്? ചേഞ്ച് വരുന്നുണ്ട്. ദ റിയലൈസേഷൻ അക്കൗണ്ട് ഈസ് യൂസ്ഡ് ഡ്യൂറിംഗ് ഡിസൊല്യൂഷന്റെ സമയത്താണ് റിയലൈസേഷൻ അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്, അല്ലാതെ അഡ്മിഷന്റെ സമയത്തല്ല. അഡ്മിഷന്റെ സമയത്ത് യൂസ് ചെയ്യുന്ന അക്കൗണ്ട് ഏതാണ്? റീവാലുവേഷൻ അക്കൗണ്ട് ആണ് മക്കളെ. കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? 2 ക്വസ്റ്റ്യനും ക്ലിയർ ആയല്ലോ? മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നോക്കിയ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. സ്റ്റേറ്റ്മെന്റ് 1 ആയിട്ട് തന്നിരിക്കുന്നത് എന്താണ്? ഫിനാൻസിങ് ഡിസിഷൻ ഡിറ്റർമിൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ ഫേം. ഒരു ഫേമിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത്? ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത് വിച്ച് അഫക്ട്സ് ദ റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ്. ഇത് എന്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്? റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റേറ്റ്മെന്റ് 2 ആയിട്ട് പറയുന്നത് എന്താണ്? ഡിവിഡൻഡ് ഡിസിഷൻസ് ആർ റിലേറ്റഡ് ടു ദ
proportion of earnings to be distributed or retained in the firm. അതായത് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേമിന്റെ ഏർണിങ്സ് അഥവാ ഫേമിന് കിട്ടുന്ന പ്രോഫിറ്റ് എത്രത്തോളം റീറ്റെയിൻ ചെയ്യണം, എത്രത്തോളം ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് സ്റ്റേറ്റ്മെന്റ് 2 പറഞ്ഞിരിക്കുന്നത്. മക്കളെ, സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണോ? ഇത് ഏത് ഏരിയയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്? സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലേ? ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ സ്കോപ്പ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഡിസിഷനുകളുമായി ബന്ധപ്പെട്ടതാണ്. ഏതൊക്കെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ പ്രധാനപ്പെട്ട ഡിസിഷനുകൾ? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻസിംഗ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ. കൃത്യമായി പഠിക്കണം. ഈ ഏരിയയിൽ നിന്നുണ്ട് ക്വസ്റ്റ്യൻ ഉറപ്പാണ്. സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടും അസേർഷൻ റീസൺ ആയിട്ടും മാത്സ് ഫോളോയിങ് ആയിട്ടും ഒക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഡിസിഷൻസ് ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഏരിയ കൃത്യമായി പഠിച്ചു എന്ന് ഉറപ്പാക്കിക്കോണം. അപ്പോൾ ആ ഏരിയയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, സ്റ്റേറ്റ്മെന്റുകൾ രണ്ടും ശരിയാണോ? എന്താണ് പറഞ്ഞേക്കുന്നത്? സ്റ്റേറ്റ്മെന്റ് രണ്ടും എന്താണ്? ശരിയായിട്ടുള്ളതാണ് അല്ലേ? സ്റ്റേറ്റ്മെന്റ് രണ്ടും എന്താണ്? ശരിയാണ് അല്ലേ? അതായത് ഫിനാൻസിംഗ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ, ഒരു ഫേമിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന, ഡിറ്റർമിൻ ചെയ്യുന്ന ഒന്നാണ്. അവിടെ എന്താണ്? റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് അഫക്റ്റ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഏതെന്ന് പറയുന്നത് ഫിനാൻസിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേമിന്റെ ഏർണിങ്സ് അഥവാ ഫേമിനുണ്ടാകുന്ന പ്രോഫിറ്റ് എത്രത്തോളം റീറ്റെയിൻ ചെയ്യണം, എത്രത്തോളം ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഡിസിഷനാണ് ഏതെന്ന് പറയുന്നത് ഡിവിഡൻഡ് ഡിസിഷൻ. കൃത്യമായി മനസ്സിലാക്കി വെക്കുക. കൃത്യമായി ഒരു കോൺസെപ്റ്റിനെ പറ്റി നോളജ് ഉണ്ടായിരിക്കുക. മാക്സിമം MCQs വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾ ഉറപ്പിച്ചോ ആ ഏരിയ നിങ്ങൾക്ക് ക്ലിയർ ആയി, നിങ്ങൾ സെറ്റ് ക്വാളിഫൈ ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ആൻസർ ശരിയാണ് അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഏതെല്ലാമാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്? സീറോ കൂപ്പൺ ബോണ്ട്സ് ആർ ഇഷ്യൂഡ് അറ്റ് എ സ്റ്റീപ്പ് ഡിസ്കൗണ്ട് ആൻഡ് റിഡീംഡ് അറ്റ് ഫേസ് വാല്യൂ അല്ലേ? ഇത് ഏതുമായി ബന്ധപ്പെട്ടാണ്? സീറോ കൂപ്പൺ ബോണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഴ്സ് ഓഫ് ഫിനാൻസുമായി ബന്ധപ്പെട്ട ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ മസ്റ്റായിട്ട് എന്ത് ചെയ്തോണം? സോഴ്സ് ഓഫ് ഫിനാൻസുകൾ പഠിച്ചു വെച്ചാണ്. ഇക്വിറ്റി ഷെയറുകളും പ്രിഫറൻസ് ഷെയറുകളും ഡിബഞ്ചറുകളും ബോണ്ടുകളും ഒക്കെ വരുന്ന ആ ഒരു ഏരിയ കൃത്യമായി എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഇന്ന് സീറോ കൂപ്പൺ ബോണ്ട്സിനെ പറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ നാളെ നമുക്ക് അടുത്ത ഒരു സെറ്റ് എക്സാം വരുമ്പോഴത്തേക്കിന് ചിലപ്പോൾ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സിനെ പറ്റിയായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ പെർപ്പച്വൽ ഡിബഞ്ചേഴ്സിനെ പറ്റിയായിരിക്കും ചോദിക്കുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, ആ ഏരിയ എന്ത് ചെയ്യുക? കൃത്യമായി പഠിച്ചു വെക്കുക. സോഴ്സ് ഓഫ് ഫിനാൻസ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അല്ലേ? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? സീറോ കൂപ്പൺ ബോണ്ട്സ് ആർ ഇഷ്യൂഡ് അറ്റ് സ്റ്റീപ്പ് ഡിസ്കൗണ്ട് അല്ലേ? സീറോ കൂപ്പൺ ബോണ്ട്സ് എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഡിസ്കൗണ്ടിലായിരിക്കും. അതിന് എന്തില്ല? ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ എന്താണ്? അത് റിഡീം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഫേസ് വാല്യൂവിലായിരിക്കും. മക്കളെ, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചോണം. ഇനി അടുത്തത് നോക്കിയേ. പ്ലെയിൻ വാല്യൂ ബോണ്ട്സ് ഹാവ് ഫിക്സഡ് കൂപ്പൺ ആൻഡ് മെച്യൂരിറ്റി ഡേറ്റ് അല്ലേ? നമുക്കറിയാം, ഒരു പ്ലെയിൻ ആയിട്ടുള്ള സാധാ ബോണ്ട്സിനെ പറ്റി ഓർത്താൽ മതി. ആ ബോണ്ട്സിന് എന്താണ്? ഫിക്സഡ് ആയിട്ടുള്ള ഒരു മെച്യൂരിറ്റി ഡേറ്റും ഫിക്സഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റും ഒക്കെ ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് എന്ത് തന്നെയാണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? അടുത്തത് നോക്കിയേ. കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു ഇക്വിറ്റി ഷെയർസ് അറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി കമ്പനി. കമ്പനിയുടെ തീരുമാനപ്രകാരം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സിനെ കൺവേർട്ട് ചെയ്ത് ഇക്വിറ്റി ഷെയർ ആക്കി മാറ്റാൻ പറ്റും. കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്ത് ചെയ്യാനായിട്ട്? ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ്. പക്ഷേ ഇവിടെ ഓർത്ത് വെക്കണേ, അറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി കമ്പനി ആണോ? നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം അല്ലേ? അവിടെ നിൽക്കട്ടെ. അടുത്തത് നോക്കിയേ. പെർപെച്വൽ ബോണ്ട്സ് ഹാവ് നോ എന്നാണ് മെച്യൂരിറ്റി പീരീഡ്. പെർപെച്വൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? പെർപെച്വൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഇറഡീമബിൾ ആയിട്ടുള്ള ബോണ്ടുകളെയാണ് എന്തെന്ന് പറയുന്നത്? പെർപെച്വൽ ബോണ്ട് എന്ന് പറയുന്ന ഇവയ്ക്ക് എന്തില്ല? മെച്യൂരിറ്റി ഇല്ല അല്ലെ? നോ മെച്യൂരിറ്റി പീരീഡ് ആണ്. അപ്പൊ ഇതും എന്താണ്? ശരിയായിട്ടുള്ളതാണ്. 1, 2, 4 വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് മക്കളെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നോക്കുക, ഓപ്ഷൻ സി ആണ്. സ്റ്റേറ്റ്മെന്റ് 3 എന്ന് പറയുന്നത് എന്താണ്? ഇൻകറക്റ്റ് ആണ്. ബിക്കോസ് ദ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ആർ കൺവേർട്ടഡ് ആസ് പെർ ദ ടേംസ് ഓഫ്
ഇഷ്യൂൻസ് എന്താണ് നോട്ട് സോൾലി അറ്റ് ദ കമ്പനീസ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചല്ല, അതെന്താണ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ അതിനകത്ത് ഒരുപാട് ടേംസും കണ്ടീഷൻസും പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചായിരിക്കും എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ഇക്വിറ്റി ഷെയറുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? കൃത്യമായി മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഏരിയ ഏതാണ്? സോഴ്സ് ഓഫ് ഫിനാൻസ്. കൃത്യമായി പഠിക്കണം. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് വീണ്ടും ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. Financial lease agreement transfer all the risk and rewards of the ownership of the lease except for the legal title. അല്ലേ? ഒന്നുകൂടി ഓർത്ത് നോക്കിയേ. ദ ഫിനാൻഷ്യൽ ലീസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് എന്തൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്? ഓൾ റിസ്ക്, എല്ലാ റിസ്കുകളും എല്ലാ റിവാർഡുകളും എന്താണ്? റിവാർഡ്സ്, ഓണർഷിപ്പിൽ നിന്ന് കിട്ടുന്ന എല്ലാ റിസ്കുകളും ഓണർഷിപ്പിൽ നിന്ന് കിട്ടുന്ന എല്ലാ റിവാർഡുകളും എല്ലാം ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്? ലെസിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. എന്തൊഴികെ? എക്സെപ്റ്റ് ദ ലീഗൽ ടൈറ്റിൽ ഒഴികെയുള്ള എല്ലാ കാര്യങ്ങളും, ഓണർഷിപ്പിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സുകളും ഓണർഷിപ്പിൽ കിട്ടുന്ന റിസ്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഏത് കേസിലാണ്? ഫിനാൻഷ്യൽ ലീസിന്റെ കേസിൽ ലെസറിൽ നിന്ന് ലെസിയിലേക്ക് എന്തൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്? റിസ്ക്കും റിട്ടേൺസും എല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എക്സെപ്റ്റ് ദ ലീഗൽ ടൈറ്റിൽ ഒഴികെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ. ഇനി റീസൺ ആയിട്ട് പറയുന്നത് എന്താണ്? ഇൻ ഫിനാൻഷ്യൽ ലീസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് ദ ലീസ് ടേം, ആ ലീസ് പീരീഡ് എന്ന് പറയുന്നത് കവർ ദ ഫുൾ എക്കണോമിക് ലൈഫ് ഓഫ് ദി അസറ്റ്. ആ അസറ്റിന്റെ ഫുൾ ആയിട്ടുള്ള എക്കണോമിക് ലൈഫും ഇത് ആരുടെ അടുത്തായിരിക്കും? ലെസിയുടെ അടുത്തായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു ലീസ് പീരീഡ് എന്ന് പറയുന്ന ആ ഒരു എക്യുപ്മെന്റിന്റെ ഫുൾ ആയിട്ടുള്ള എക്കണോമിക് ലൈഫും ഇൻക്ലൂഡഡ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് റീസൺ ആയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഫിനാൻഷ്യൽ ലീസ് എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ഇത് ചെയ്യാം. ഫിനാൻഷ്യൽ ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് ടേമിലേക്കുള്ള ലീസാണ് ഏതെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം ലെസറുമുണ്ട് ലെസിയുമുണ്ട്. രണ്ട് പാർട്ടീസാണ് എന്തിലുള്ളത്? ലീസ് എഗ്രിമെന്റിലുള്ളത്. ലെസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു എക്യുപ്മെന്റ് ഓൺ ചെയ്യുന്ന ആളെയാണ് ലെസർ എന്ന് പറയുന്നത്. ആ എക്യുപ്മെന്റ് എന്ത് ചെയ്യുന്ന ലീസിന് എടുക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ലെസി എന്ന് പറയുന്നത്. ലെസി എന്ത് ചെയ്യുന്നുണ്ട്? ലെസർക്ക് ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള പേയ്മെന്റ് കൊടുക്കുന്നുണ്ട് അല്ലേ? ഈ ഒരു പ്രോപ്പർട്ടി എന്നാണ് അദ്ദേഹം വാങ്ങിക്കുന്നുണ്ട് അല്ലെ? അദ്ദേഹം വാങ്ങിക്കുകയല്ല, ലീസിന് എടുക്കുന്നതുകൊണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ലെസറും ലെസിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഏതിൽ പറയുന്നത്? ലീസ് എഗ്രിമെന്റിൽ പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്യുപ്മെന്റ്, ആ ലീസിന് കൊടുത്ത എക്യുപ്മെന്റ് എക്കണോമിക് ലൈഫ്, അതായത് അത് യൂസ്ഫുൾ ആയിട്ടുള്ള അതിന്റെ ലൈഫ് ഫുൾ ആരുടെ കയ്യിലായിരിക്കും? ലെസിയുടെ കയ്യിലായിരിക്കും അല്ലേ? അതായത് ഒരു ലോങ് പീരീഡിലേക്കാണ്. അതുകൊണ്ട് തന്നെ ആ എക്യുപ്മെന്റ് കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരായിരിക്കും? ലെസി ആയിരിക്കും. ഒരു പീരിയോഡിക് പേയ്മെന്റ് ആർക്ക് കിട്ടുന്നുണ്ട്? ലെസർക്ക് കിട്ടുന്നുണ്ട്. ഇനി ഈ എക്കണോമിക് ലൈഫ് മുഴുവൻ ലെസി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു എക്യുപ്മെന്റിൽ നിന്ന് കിട്ടുന്ന എല്ലാ റിവാർഡുകളും ഈ ഒരു എക്യുപ്മെന്റിൽ നിന്നുണ്ടാകുന്ന എല്ലാ റിസ്കുകളും ഏറ്റെടുക്കുന്നത് ആരായിരിക്കും? ഈ ലെസി തന്നെ ആയിരിക്കും. ബിക്കോസ് എന്താണ്? അതിൻ്റെ ആ എക്കണോമിക് ലൈഫ് ഫുൾ ആരുടെ കയ്യിലായിരിക്കും? ലെസിയുടെ കയ്യിലായിരിക്കും. പക്ഷേ ശരിക്കും നിയമപരമായിട്ടുള്ള അല്ലെ അതിൻ്റെ എന്താണ് ലീഗൽ ടൈറ്റിൽ, ആ നിയമപരമായിട്ടുള്ള ടൈറ്റിൽ ആരുടെ പേരിൽ തന്നെ ആയിരിക്കും? ലെസറുടെ പേരിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അസേർഷൻ കറക്റ്റ് ആണ്. അസേർഷനെ സാധൂകരിക്കുന്ന റീസൺ ആണ് തന്നിരിക്കുന്നത് അല്ലേ? നോക്കിയേ, അതാണ് ഫിനാൻഷ്യൽ ലീസ് എഗ്രിമെന്റ് ട്രാൻസ്ഫർ ഓൾ റിസ്ക്, എല്ലാ റിസ്കുകളും എല്ലാ റിവാർഡുകളും ആ ഓണർഷിപ്പിന്മേലുള്ള ആ ലീസ് എഗ്രിമെന്റിലെ ആ ലീസിലെ ആ എക്യുപ്മെന്റ് മേലുള്ള എല്ലാ റിസ്കുകളും റിട്ടേണുകളും ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്? ലെസിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എക്സെപ്റ്റ് ദ ലീഗൽ ടൈറ്റിൽ ഒഴികെ. എന്തുകൊണ്ടാണ് ലീഗൽ ടൈറ്റിൽ ഒഴികെ ബാക്കിയുള്ള എല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് അത് ഫിനാൻഷ്യൽ ലീസ് പീരീഡ് എന്ന് പറയുന്ന ഒരു ലോങ് ടേം ആണ്, ഒരു ലോങ് ടൈമിലേക്കുള്ള എഗ്രിമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് ആ ലീസ് ടേം കവർ ചെയ്യുന്നത് എന്താണ്? ആ ഒരു എക്കണോമിക് ലൈഫ്, ആ ഒരു അസറ്റിന്റെ ഫുൾ ആയിട്ടുള്ള എക്കണോമിക് ലൈഫ് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. മക്കളെ ക്ലിയർ ആയല്ലോ? എ ആണ്. ഫിനാൻഷ്യൽ ലീസ് ഇൻവോൾവ്സ് ദ ലോങ് ടൈം അറേഞ്ച്മെന്റ് ദാറ്റ് ട്രാൻസ്ഫർ ദ റിസ്ക് ആൻഡ് റിവാർഡ്സ് ടു ലീസ് അല്ലെ? റിസ്ക്കും റിവാർഡും എല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എക്സെപ്റ്റ് ദ ലീഗൽ ടൈറ്റിൽ. ബിക്കോസ് ദ എക്കണോമിക് ലൈഫ്, ആ ഒരു അസറ്റിന്റെ എക്കണോമിക് ലൈഫ് ഫുൾ ആരുടെ കയ്യിലാണ് അതിരിക്കുന്നത്? ലെസിയുടെ കയ്യിലാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ലീസ് എഗ്രിമെന്റ്സ് കറക്റ്റ് ആയിട്ട് പഠിച്ചോണം. ലീസുകൾ എത്ര തരത്തിലുണ്ട്? ഓപ്പറേറ്റിംഗ് ലീസ് ഉണ്ട്, ഫിനാൻഷ്യൽ ലീസ് ഉണ്ട്, ലിവറേജ് ലീസ് ഉണ്ട്, സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ മക്കളെ. അപ്പം ഇത്തവണ ചോദിച്ചേക്കുന്ന ഫിനാൻഷ്യൽ ലീസ് ആണെങ്കിൽ അടുത്ത തവണ ചിലപ്പോൾ എന്തായിരിക്കും ചോദിക്കുന്നത്? ലിവറേജ് ലീസ് ആയിരിക്കും. അതുകൊണ്ട് ആ ലീസ് എഗ്രിമെന്റ്സ് എന്നുള്ള ആ ഏരിയ നിങ്ങൾ എന്ത് ചെയ്തോണം? അല്ലെ ലീസ് ഫിനാൻസ് എന്നുള്ള ഏരിയ നിങ്ങൾ എന്ത് ചെയ്തോണം? കൃത്യമായി പഠിച്ചോണം. അപ്പം നമ്മളുടെ CCയിൽ 10 ദിവസത്തേക്കുള്ള ക്ലാസ് ആരംഭിക്കുകയാണ്. 10 ഡേ ക്ലാസ്. 2 മണിക്കൂർ മാറ്റി വെക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണോ? ഒരു ദിവസം 2 മണിക്കൂർ മാറ്റി വെക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ഞങ്ങൾ നേടിത്തരും. ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നിങ്ങളോടൊപ്പം ഞാനും ഉണ്ട്. നമുക്ക് എന്താണ് 10 ദിവസത്തെ നമ്മളുടെ ബൂസ്റ്റർ ബാച്ച് ആരംഭിക്കുകയാണ്.
സെറ്റ് കൊമേഴ്സ് നിങ്ങൾ നേടിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ വീതം ഓരോ ദിവസവും മാറ്റിവെക്കാൻ നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങളോടൊപ്പം ഞാനുമുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് നേടിയെടുക്കും? സെറ്റ് നേടിയെടുക്കും. ഇത് CCയുടെ ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക? ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക? ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമാണോ ഈ സെറ്റ് ക്വാളിഫൈഡ് ആകാൻ, സെറ്റ് കൊമേഴ്സ് ക്വാളിഫൈഡ് ആകാനായിട്ട് എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നേടിയെടുക്കാൻ പറ്റും. നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ? ഇപ്പൊ നമ്മൾ ഇത്രയും നേരം ക്വസ്റ്റ്യനുകളാണ് കണ്ടുകൊണ്ടിരുന്നത്. ബാക്കി ക്വസ്റ്റ്യനുകൾ നമുക്ക് കാണാം. ഓക്കെ അല്ലേ? നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ കാണാൻ പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ തന്നേക്കാണ്. എ കമ്പനി XYZ issues deep discount bonds with the face value of ₹1,000 at the issue price is 6,000 അല്ലെ? അത് 10 ഓർത്ത് വെക്കുക. ഒരു കമ്പനിയാണ്, കമ്പനി ഇഷ്യൂസ് എ ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട്സ്. ഡീപ്പ് ഡിസ്കൗണ്ടിലുള്ള ബോണ്ടുകൾ കമ്പനി ഇഷ്യൂ ചെയ്യാണ്. അതിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 10,000 ആണ്. ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 6,000 ആണ്. എത്ര നാളത്തേക്കാണ്? 10 ഇയേഴ്സിലേക്കാണ് ഇഷ്യൂ ചെയ്തത്. വാട്ട് ടൈപ്സ് ഓഫ് ബോണ്ട്സ് ഇസ് ദിസ്? ഏത് ടൈപ്പിലുള്ള ബോണ്ടാണിത്? ഓർത്ത് വെക്കുക. ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലും റിഡീം ചെയ്യുന്നത് ഫേസ് വാല്യൂയിലുമാണ് എങ്കിൽ അത്തരത്തിലുള്ള ബോണ്ടുകളെ എന്തെന്നാ നമ്മൾ പറഞ്ഞിരുന്നത്? കുറച്ച് മുമ്പത്തെ ക്വസ്റ്റ്യനകത്ത് കണ്ടിരുന്നത് ഏതാണ്? സീറോ കൂപ്പൺ ബോണ്ട്സ്. അപ്പം മക്കളെ കൃത്യമായിട്ട് ആ ബോണ്ടുകളുടെ ക്ലാസിഫിക്കേഷൻ ഒന്ന് പഠിച്ചു വെച്ചോണം. ഇപ്പം സീറോ കൂപ്പൺ ബോണ്ട്സിനെ കുറിച്ച് തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് അല്ലേ? നോക്കിയേ, സീറോ കൂപ്പൺ ബോണ്ട്സ് എന്തിനു വേണ്ടിയായിരിക്കും ഇത് ഇഷ്യൂ ചെയ്യുന്നത്? ടു അട്രാക്ട് ദ ഇൻവെസ്റ്റേഴ്സ് ഹു പ്രിഫർ ദ ലോ എന്താണ് അപ്വേർഡ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പം നമ്മുടെ ആൻസർ ഏത് തന്നെയാണ്? ഓപ്ഷൻ എ തന്നെയാണ്. ആ ഒരു വാല്യൂ ഒക്കെ കാണുമ്പോൾ പേടിച്ചു പോകരുത്. കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഫേസ് വാല്യൂവിനേക്കാളും കുറവായിട്ട്, നല്ല കുറവായിട്ട് എന്ത് ചെയ്യാണ്? ഡിസ്കൗണ്ടിൽ എന്ത് ചെയ്യാണ്? ഇഷ്യൂ ചെയ്യുകയും എന്താണ് റിഡീം ചെയ്യുന്നത്, അല്ലെങ്കിൽ തിരിച്ചു മേടിക്കുന്ന അല്ലെ ആ ഒരു ഫേസ് വാല്യൂവിൽ അത് റിഡീം ചെയ്യുകയും ചെയ്യുകയാണ്. അതിനൊരു പീരിയോഡിക്കൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? സീറോ കൂപ്പൺ ബോണ്ട്സ് ആണ് എന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പോൾ നമ്മൾ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട്സ് ആർ ഫോം ഓഫ് സീറോ കൂപ്പൺ ബോണ്ട്സ്. സീറോ കൂപ്പൺ ബോണ്ട്സിന്റെ ഒരു വകഭേദമാണ് ഏതെന്ന് പറയുന്നത്? ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട്സ് എന്നൊക്കെ പറയുന്നത്. ഇനി അടുത്തത് നോക്കാം. ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. അസേർഷൻ ആയിട്ട് തന്നേക്കാണ് എന്താണ്? റിഡീമബിൾ ഡിബഞ്ചേഴ്സ് മസ്റ്റ് റീപെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദെയർ മെച്യൂരിറ്റി പീരീഡ്. മെച്യൂരിറ്റി പീരീഡ്, ആ ഒരു പർട്ടിക്കുലർ പീരീഡ് തീർന്നു കഴിഞ്ഞാൽ റിഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ത് ചെയ്തിരിക്കണം? റിഡീം ചെയ്തിരിക്കണം, തിരിച്ച് കൊടുത്തിരിക്കണം, റീപേ ചെയ്തിരിക്കണം എന്നാണ് ഏത് പറഞ്ഞേക്കുന്നത്? അസേർഷൻ പറഞ്ഞേക്കുന്ന റീസൺ പറഞ്ഞേക്കുന്നത് എന്താണ്? ഇറഡീമബിൾ ഡിബഞ്ചേഴ്സ് ഹാരിങ് നോ ഒബ്ലിഗേഷൻ ഫോർ റീപേയ്മെന്റ് അല്ലേ? ആ ഇറഡീമബിൾ ഡിബഞ്ചേഴ്സിന് എന്തില്ല? യാതൊരു രീതിയിലുള്ള ഒബ്ലിഗേഷനും ഇല്ല റീപേ ചെയ്യാനായിട്ട്. രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? അസേർഷനും റീസണും കറക്റ്റ് ആണ്. റീസൺ എന്ത് ചെയ്യുന്നുണ്ട്? അസേർഷനെ സാധൂകരിക്കുന്നുണ്ട് അല്ലേ? അപ്പം ഓപ്ഷൻ ഏത് തന്നെയാണ്? ഏ തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കണം. സോഴ്സ് ഓഫ് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റെഡീമബിൾ ഡിബഞ്ചേഴ്സും ഇറഡീമബിൾ ഡിബഞ്ചേഴ്സിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ട്രൂ റിഗാർഡിംഗ് ദ പ്രിഫറൻസ് ഷെയർ? പ്രിഫറൻസ് ഷെയറുമായി ബന്ധപ്പെട്ട് താഴെ തരുന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതെല്ലാമാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ക്യുമുലേറ്റ് അൺപെയ്ഡ് ഡിവിഡൻഡ്. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. അൺപെയ്ഡ് ആയിട്ടുള്ള ഡിവിഡൻഡുകളെ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം അല്ലേ? ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളിപ്പം ഡിവിഡൻഡുകൾ കൊടുക്കുന്നില്ല. 2017 കൊടുത്തിട്ടില്ല, 2018 കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. 2019 നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായ സാഹചര്യത്തിൽ എന്താണ്? ഈ 2017 18 പ്രിഫറൻസ് ഷെയറുകളുടെ എന്ത് കൊടുക്കണം? ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷം മാത്രമേ ഇക്വിറ്റി ഷെയർസ് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള തരത്തിലുള്ള എന്താണ്? ഡിവിഡൻഡുകളാണ് അല്ലെ അത്തരത്തിലുള്ള ഷെയറുകളാണ് എന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയറുകൾ, ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ഷെയർ ദ എന്താണ്? റെസിഡ്യൂവൽ പ്രോഫിറ്റ് ആഫ്റ്റർ ദ ഇക്വിറ്റി ഡിവിഡൻസ്. അതായത് പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് നല്ല രീതിയിലുള്ള ഒരു ഫേമാണ്. അതായത് ആദ്യം നമ്മൾ എന്താണ്? പ്രിഫറൻസ് ഉള്ള പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തു, ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സിന് കൊടുത്തു, അങ്ങനെ എല്ലാം കൊടുത്ത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തു കഴിഞ്ഞ് വീണ്ടും മിച്ചം എന്തുണ്ട്? വീണ്ടും മിച്ചം എന്ത് വരികയാണ്? പ്രോഫിറ്റ് വരികയാണെങ്കിൽ ആ പ്രോഫിറ്റിന് അവകാശമുള്ള, ആ പ്രോഫിറ്റ് കിട്ടാൻ യോഗ്യതയുള്ള ആളുകളാണ് പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. അപ്പോൾ അങ്ങനെയുള്ള അതായതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയായിട്ടുള്ള ഇക്വിറ്റി ഡിവിഡൻസും കൊടുത്തതിന് ശേഷവും വീണ്ടും മിച്ചം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർസിന് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും, വീണ്ടും കിട്ടും. അത് അവരെയാണ് എന്ന് പറയുന്നത് പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കിയേ. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് വോട്ടിംഗ് റൈറ്റ്സ് ഇൻ എ നോർമൽ കണ്ടീഷൻ. നോർമൽ കണ്ടീഷനിൽ എന്തുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്?
പറഞ്ഞേക്കുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ? ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ്, തെറ്റാണ് അല്ലേ. നോർമൽ കണ്ടീഷൻ അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടോ? ഇല്ല. ഇനി അടുത്ത എന്താണ്? പ്രിഫറൻസ് ഷെയർസ് ആർ പെയ്ഡ് ആഫ്റ്റർ. പ്രിഫറൻസ് ഷെയർ പേ ചെയ്യുന്ന എപ്പോഴാണെന്ന് പറഞ്ഞത്? ആഫ്റ്റർ ബോണ്ട് ഹോൾഡേഴ്സ് ബട്ട് ബിഫോർ ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡ്യൂറിംഗ് ദ ലിക്വിഡേഷൻ. അതായത് വൈൻഡിങ് അപ്പ് സമയത്ത്, ലിക്വിഡേഷന്റെ സമയത്ത് എന്ത് കൊടുക്കുന്നുണ്ട്? ക്യാപിറ്റൽ എന്ത് ചെയ്യും? റീപേ ചെയ്യും. ക്യാപിറ്റൽ റീപേ ചെയ്യുമ്പോൾ ബോണ്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തതിന് ശേഷം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു റീപേ ചെയ്ത് കിട്ടാനായിട്ടുള്ള അവകാശമുള്ള ആളുകളാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ആൻസർ വരുന്നത്? 1, 2, 4. 1, 2, 4. 1, 2, 4 എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയിട്ട് പഠിക്കണേ. ഇതെന്ത് ഏത് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടാണ്? സോഴ്സ് ഓഫ് ഫിനാൻസുമായി ബന്ധപ്പെട്ട് അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയറും അതിൻ്റെ ടൈപ്സിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. Why would companies choose the sale and lease back as a financing option? എന്തുകൊണ്ടാണ് ഒരു കമ്പനി സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസ് യൂസ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഓപ്ഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്? എന്താണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് പണം ആവശ്യമായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മളുടെ ഒരു എക്യുപ്മെന്റ് എന്ത് ചെയ്യും? വിൽക്കും, സെയിൽ ചെയ്യും. സെയിൽ ചെയ്തിട്ട് നമ്മൾ ആ ഒരു പൈസ ഏൺ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അതേ എക്യുപ്മെന്റ് തന്നെ നമ്മൾ ലീസിനെടുക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു അരി പൊടിപ്പിക്കുന്ന മെഷീൻ ഉണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് എന്ത് വന്നു? ക്യാഷിന് ആവശ്യമായിട്ട് വരുമ്പോൾ ഞാനൊരു 50,000 രൂപയ്ക്ക് ആ മെഷീൻ എന്ത് ചെയ്യും? വിൽക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യാണ്? ഒരു പീരിയോഡിക്കൽ പേയ്മെന്റ് കൊടുത്തുകൊണ്ട് അതേ മെഷീൻ തന്നെ ഞാൻ വാങ്ങിച്ച് എന്ത് ചെയ്യാണ്? യൂസ് ചെയ്യണം. ഒരു ഫിനാൻഷ്യൽ ലീസ് പീരീഡ് പോലെ, അല്ലെങ്കിൽ ഒരു ലോങ് പീരീഡിലേക്ക് അതേ എക്യുപ്മെന്റ് തന്നെ ലീസിനെടുത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ന് പറയുന്നത് സെയിൽ ആൻഡ് ലീസ് ബാക്ക് എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയാണ്? ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാനായിട്ട് കുറച്ചധികം ക്യാഷ് ഉപയോഗം വരുന്ന, അല്ലെങ്കിൽ ഒരു ക്യാഷിന്റെ ആവശ്യം വരുന്ന സാഹചര്യത്തിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. വൈ വുഡ് ദ കമ്പനീസ് ചൂസ് ദ സെയിൽ ആൻഡ് ലീസ് ബാക്ക് ആസ് എ ഫിനാൻസിംഗ് ഓപ്ഷൻ? ടു ഇൻക്രീസ് ദ ഓണർഷിപ്പ് ഓഫ് ദി ലീസ്ഡ് അസറ്റ്, ടു റേസ് ദ ഇമ്മീഡിയറ്റ് ഫണ്ട് വൈൽ റീറ്റെയിനിങ് ദ അസറ്റ്സ് യൂസിങ്. അല്ലേ? അപ്പോൾ ഏതാണ്? നമുക്കറിയാം അല്ലേ, ഇമ്മീഡിയറ്റ് ആയിട്ട് ഫണ്ട് വരുന്ന സാഹചര്യത്തിലാണ്. അപ്പോൾ അതിന്റെ ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് മക്കളെ ആൻസർ ആയിട്ട് വരുന്ന. ഓപ്ഷൻ ബി ആണ്. കൃത്യമായിട്ട് മനസ്സിലാക്കണം. ലീസിങ്ങിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പഠിച്ചോണം. നമ്മളുടെ മുന്നിൽ സമയമുണ്ടെന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. സമയമില്ല. ഇപ്പം പഠിക്കേണ്ടത് ഇപ്പം തന്നെ പഠിക്കുക. ഈ വീഡിയോ കഴിയുമ്പോഴത്തേക്ക് ഞാൻ കുറച്ചധികം ഏരിയ പറഞ്ഞില്ലേ, ആ ഏരിയ എല്ലാം നിങ്ങൾ എന്ത് ചെയ്തോണം? പഠിച്ചു വെച്ചോണം. കൃത്യമായി പഠിച്ചു വെച്ചോണം. നമ്മളുടെ മുന്നിലുള്ള സമയം, സഫീഷ്യൻ്റ് ആയിട്ടുള്ള ടൈം നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം എന്ത് ചെയ്യുക? യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് നേടിയെടുക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നത് നല്ലൊരു എക്സാമാണ്. സെറ്റ് എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷനാണ്. ആ ക്വാളിഫിക്കേഷൻ നേടിയെടുക്കാൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ലിവറേജ്ഡ് ലീസ് അലൗസ് ദ ലെസർ ടു lessee and assets even without full financing capacity. ഓർത്ത് വെച്ചേ, ലിവറേജ്ഡ് ലീസ് allows the lessor to lessee and assets even without എന്താണ്? ഫുൾ ഫിനാൻസിങ് കപ്പാസിറ്റി. ഇവിടെ നോക്കിയേ, സ്റ്റേറ്റ്മെന്റ് 1ന്റെ അകത്ത് ലിവറേജ്ഡ് ലീസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ലിവറേജ്ഡ് ലീസ്? നമുക്കറിയാം എന്താണ് ലീസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 3-4 തരത്തിൽ ഞാൻ പറഞ്ഞു. അതിൽ ലിവറേജ്ഡ് ലീസിൽ മാത്രം എത്ര പാർട്ടീസ് ഉണ്ട്? 3 പാർട്ടീസ് ഇൻക്ലൂഡഡ് ആകുന്നുണ്ട്. ലെസറും ലെസിയും മാത്രമല്ല, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും കൂടി ഇൻക്ലൂഡഡ് ആകുന്നുണ്ട്. അതായത് ലെസർ എന്ത് ചെയ്യുകയാണ്? ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എന്ത് ചെയ്യുകയാണ്? പണം ലെൻഡ് ചെയ്യുകയാണ്, അല്ലെ പണം ബോറോ ചെയ്യുകയാണ്. ബോറോ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുകയാണ്? ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു എക്യുപ്മെന്റ് വാങ്ങുകയും അത് പിന്നീട് ലീസിന് കൊടുക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ലീസിൽ ആയിരിക്കും ഇയാൾ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യുകയാണ്? ഒരു 10,000 രൂപ എവിടെ നിന്ന് വാങ്ങുകയാണ്? ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വാങ്ങുകയാണ്. അപ്പോൾ എ എന്ത് ചെയ്യണം? ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് കൊടുക്കേണ്ടതായിട്ട് വരും? ഒരു 1000 രൂപ ഇൻട്രസ്റ്റ് കൊടുക്കണം എന്ന് വിചാരിക്കുക. മന്ത്ലി ഇൻട്രസ്റ്റ് 1000 രൂപ കൊടുക്കണമെന്ന് വിചാരിക്കുക. എ എന്നിട്ട് എന്ത് ചെയ്യാണ്? ബി എന്ന് പറയുന്ന ആൾക്ക് ഇത് വെച്ചുകൊണ്ട് ഒരു എക്യുപ്മെന്റ് വാങ്ങിയിട്ട് ലീസിന് കൊടുത്തു. ബിയുടെ കയ്യിൽ നിന്ന് ലീസ് ഒരു പീരിയോഡിക്കൽ പേയ്മെന്റ് ആയിട്ട് 2000 രൂപ ഇയാൾ വാങ്ങിക്കുകയാണ്. 2000 രൂപ വാങ്ങിച്ചിട്ട് 1000 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് ആർക്ക് കൊടുക്കും? നമ്മളുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കും. 1000 രൂപ അയാൾ പ്രോഫിറ്റ് ഏൺ ചെയ്യും. അതാണ് ഏതെന്ന് പറയുന്നത്? ലിവറേജ്ഡ് ലീസ് എന്ന് പറയുന്നത്. ഇനി സ്റ്റേറ്റ്മെന്റ് 2 നോക്കിയേ. ദ ലിവറേജ്ഡ് ലീസ്, ദ ലെസർ ബോറോസ് ദ ഫണ്ട് ഫ്രം ഫിനാൻസ് ദ ലീസ് ആൻഡ് യൂസ് ദ ലീസ് പേയ്മെന്റ് ടു റീപേ
ദ ലോൺ അല്ലേ. എന്ത് ചെയ്യാണ് അത് ഒരു ബോറോ ചെയ്ത് പണം കൊണ്ട് ലീസിന് കൊടുത്ത് ലീസിൽ നിന്ന് പണം മേടിച്ച് എന്ത് ചെയ്യാണ് ആ ഒരു റീപേ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇതിൽ വരുന്നത്, ഈ ഒരു ഫിനാൻഷ്യൽ ലീസിൽ വരുന്നത്. അപ്പം ഇത് സ്റ്റേറ്റ്മെന്റുകൾ ഏതാ കറക്റ്റ് ആയിട്ടുള്ളത് ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് ആണോ? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ് ആണോ? സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ് ആണോ? ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ് ആണോ? ഏതാ മക്കളെ ആൻസർ ആയിട്ട് വരുന്നത്? ഏതാണ്? ഓപ്ഷൻ എ അല്ലേ? ഓപ്ഷൻ എ ആണ്. എന്താണ്? ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ലിവറേജ്ഡ് ലീസ് ഇൻവോൾവ്സ് ദ ലെസർ ബോറോയിങ് ഫണ്ട്. ലെസർ എന്ത് ചെയ്യുന്നുണ്ട്? ബോറോ ചെയ്യുന്നുണ്ട് ഫണ്ട്. എനേബിളിംഗ് ദം ടു ലീസ് ദ അസറ്റ്സ് ആൻഡ് റീപേ ദ ലോൺസ് ത്രൂ ദ ലീസ് റെന്റൽസ് അല്ലെ. ലീസ് റെന്റൽസ് യൂസ് ചെയ്തുകൊണ്ട് അയാൾ എന്ത് ചെയ്യും? ആ ബോറോ ചെയ്ത പണത്തിന് എന്ത് ചെയ്യും? റീപേ ചെയ്തുകൊണ്ട് ഇരിക്കും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടല്ലോ? ഈ ഏരിയകളെല്ലാം എന്ത് ചെയ്തോണം? കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകൾ, റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയകൾ ഒരു കാരണവശാലും ഒഴിവാക്കാതെ ആ ഏരിയകളിൽ മാക്സിമം ഫോക്കസ് കൊടുക്കുക. ഫിനാൻഷ്യൽ ലീസിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ലീസ് എഗ്രിമെന്റ് അല്ലെ നമ്മളുടെ ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ വരുന്ന ഏതിലാണ്? ലീസ് എഗ്രിമെന്റ്സ് അല്ലേ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീസ് അല്ലേ. അപ്പോൾ എല്ലാം പഠിച്ചു വെക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഇതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനായിട്ട് CC-യിലേക്ക് വരിക. CC-യിൽ ഞാനുണ്ട് നിങ്ങളോടൊപ്പം. നമ്മളുടെ 10 days ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. കൃത്യമായ സ്ട്രാറ്റജിയോടുകൂടി നമുക്ക് പഠിച്ചു തുടങ്ങാം. നിങ്ങൾക്ക് ഇത് നേടിയെടുക്കാം. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണുവാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും രീതിയിലുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്